Okay. Wholesome food, balanced diet. What is wholesome food? We studied that we will not get all proteins, vitamins and all from one type of food. So in order to get all types of proteins, vitamins, fats, minerals and all, we have to eat all types of food. All types of food we have. So vegetables, vegetables, all fruits, like that way we have to eat all types of food. So a balanced diet is balanced diet consists of different food in the right amount. And the right amount in the correct അളവിൽ എന്താ ഈ കറക്റ്റ് ആയിട്ട് അളവെന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ചില നമുക്ക് ഒരുപാട് ആവശ്യമില്ല ചില ഇതിന്റെ ഒരു മിനിമം അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ട മിനിമം ഇത്ര വേണം എന്നുണ്ട് അതിനൊരു ബാലൻസ് ഉണ്ടായിരിക്കും ഇതിൽ കൂടുതലാകാൻ പാടില്ല ഒരുപാട് കൂടുതലാകാൻ പാടില്ല ഇതിൽ തീരെ കുറയാനും പാടില്ല എന്നുള്ളത് ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു ഷുഗറിന്റെയും ബിപിയുടെ ഒക്കെ കാര്യം അല്ലേ ലൈക്ക് ദാറ്റ് വേ അപ്പൊ നമുക്ക് എല്ലാം ഒരു കറക്റ്റ് എമൗണ്ട് കിട്ടണം എന്ന് വെച്ചാൽ എല്ലാം ആ ഒരേ തരത്തിലുള്ള ഫുഡ് തന്നെ ഡെയിലി കഴിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാം ആവശ്യമാണ് സോ വി ഹാവ് ടു ഈറ്റ് ഓൾ ടൈപ്സ് ഓഫ് ഫുഡ് ആൻഡ് യു ഹാവ് റെഡ് ദ ചാർട്ട് ഈ ചാർട്ട് ഒന്ന് വായിച്ചായിരുന്നോ മക്കളെ പ്രോട്ടീൻസ് carbohydrates, fats, vitamins, minerals, and our body also needs water, fibers, or refuges. We have read that chart, isn't it? Okay. From revise. Where is revise? During the class, what are you doing, my dear? Class time, class is ശ്രദ്ധിക്കുക മറ്റു കാര്യങ്ങളിലേക്ക് പോകാതെ മോനെ food must be cooked with care to preserve its nutritional value. That അത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ we should cook the food but we should not overcook it. If we cook more, what will happen? We will lose the vitamins and all. Some food we know some food need more time to be cooked, like this brinjal, almost all the vegetables need only few minutes to be cooked. കുറച്ച് സമയം ആവശ്യമുള്ളൂ വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ചെയ്യാൻ പക്ഷെ ഡ്രൈ ആയിട്ടുള്ള സീരിയൽസ് ആൻഡ് ഓൾ വേവുന്നതിന് കൂടുതൽ സമയം ആവശ്യമാണ് പക്ഷെ നമ്മൾ ആ രീതിക്ക് ഇപ്പം നമ്മളൊരു സപ്പോസ് ഞാൻ പറയാം ഒരു കടല കറി വെക്കുക നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു കടല വേവണമെങ്കിൽ കുറേ താമസം എടുക്കും കുറേ സമയം അപ്പം അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് കടലയുടെ ഒപ്പം തന്നെ കുറച്ച് എന്താ പറയുന്നത് പൊട്ടറ്റോയോ ടൊമാറ്റോ ഒക്കെ ഇട്ട് കഴിച്ചാൽ എന്താ സംഭവിക്കുന്നത് potato and tomato and all vegetables like these vegetables will be cooked very fast. അത് വേഗം വേവുന്നതാണ് അപ്പൊ ആ മറ്റേ നമ്മുടെ ഇതിന്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ എന്താ പറ്റുന്നേ അത് വെന്ത് അതിനകത്തുള്ള വിറ്റമിൻസ് എല്ലാം നഷ്ടപ്പെടും അണ്ടർസ്റ്റാൻഡ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം ഇടുകയല്ലേ ലാസ്റ്റ് ഇടും നിങ്ങളുടെ വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ have you seen your mothers making sambars not in cooker if she is not cooking in the cooker if she is cooking in other vessels and all you might have seen some vegetables they'll put first and some vegetable they will add finally last കുറച്ച് ലാസ്റ്റ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ലൈക്ക് ലേഡീസ് ഫിംഗർ then if they are adding spinach and with that ചീരയൊക്കെ അതിൻ്റെ കൂടെ ഇലകളൊക്കെ ഇടുന്നവരുണ്ട് ചിലവരൊക്കെ ഇലകളൊക്കെ അതിൻ്റെ കൂട്ടത്തിലിടും അങ്ങനെയുള്ളതൊക്കെ വേഗം വേവുന്നതാണ് ടൊമാറ്റോ ലേഡീസ് ഫിംഗർ ആൻഡ് ഓൾ അതൊക്കെ വേഗം വേവുന്നത് കൊണ്ട് അത് ലാസ്റ്റാണ് അവർ അതിൻ്റെ കൂട്ടത്തിലിടുന്നത് കാരണം മറ്റതിൻ്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ മറ്റത് വേകുമ്പോഴത്തേക്കും ഇത് വെന്ത് അതിനകത്തുള്ള വിറ്റമിൻസ് എല്ലാം നഷ്ടപ്പെടും സോ ദേ വിൽ ആഡ് ലേറ്റർ ഓക്കെ Food can be preserved and stored by canning, freezing, salting, dehydration, and sweetening. This way, it does not get spoiled. Oh, before that, sorry. Cereals, pulses, and vegetables should be cooked in the water in which they are soaked after being washed properly. This water contains the vitamins of these foods. See, please listen. See, cereals. ഈ സീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടല ചെറുപയർ പയർ അങ്ങനെയുള്ള സാധനങ്ങൾ ഡ്രൈഡ് ആയിട്ടുള്ള അത് നമ്മൾ ആദ്യം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കും കുറേ സമയം ടു ബി സോഫ്റ്റ് മീൻസ് വട്ട് കുതിരാൻ വേണ്ടിയിട്ട് കാരണം അതിന്റെ ഔട്ടർ സ്കിൻ വിൽ ബി വെരി ഹാർഡ് പുറമേയുള്ള തോട് ഭയങ്കര ഹാർഡായിരിക്കും അപ്പൊ അതുകൊണ്ട് കുറേ സമയം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കും എന്നിട്ട് ആ വെള്ളത്തിൽ അത് വേവിക്കും അതായത് ആദ്യം ഫസ്റ്റ് വി ഹാവ് ടു വാഷ് ഇറ്റ് പ്രോപ്പർലി ദെൻ we have to put in the water for to be soaked for some time then we will cook
And vegetables also. Sometimes we'll cook in the water. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊക്കെ ചാറുകറിയൊക്കെ ആക്കുന്നത് അങ്ങനെയല്ലേ? വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ്. വറവൊക്കെ ആക്കുകയാണെങ്കിൽ എണ്ണയിലൊക്കെ ആക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് ചാറുകറിയൊക്കെ ആക്കുന്നത് അല്ലേ? Then we have to add a correct amount of water with that. Otherwise, what will happen? If you add a very less water, what will happen? It will dry off. അത് കരിഞ്ഞു പോകും അല്ലേ? And if you add more water, what will happen? കുറേ വെള്ളം ഒഴിച്ചു, അപ്പം പിന്നെ എന്താകും? അത് ഒരുപാട് വെള്ളമാകും, എക്സ്ട്രാ ആകും. അപ്പം ആ വെള്ളം നമ്മൾ അവസാനം എന്ത് ചെയ്യും? ഇത്രയും വെള്ളം വേണ്ടാന്ന് പറഞ്ഞാൽ വെള്ളം ഊറ്റിക്കളയും. അപ്പം എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് വിറ്റമിൻസ്, പ്രോട്ടീൻസ് ആൻഡ് ഓൾ വിൽ ബി സെപ്പറേറ്റഡ് ഫ്രം ദ വെജിറ്റബിൾ ആൻഡ് ഇറ്റ് വിൽ ബി റിമൈനിങ് ഇൻ ദ വാട്ടർ. ആ വെള്ളത്തിൽ തന്നെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ആ വെള്ളം കളയുമ്പോൾ ആ വെജിറ്റബിൾസിൽ ഉണ്ടായിരുന്ന വിറ്റമിൻസും എല്ലാം അതോട് അങ്ങനെ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ആ കറക്റ്റ് അളവിലുള്ള വെള്ളമേ ഒഴിക്കാവുള്ളൂ. നിങ്ങളുടെയൊക്കെ അമ്മമാർ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, 1 glass of water, 2 glass of water, ലൈക്ക് ദാറ്റ് വേ. അവർ കറക്റ്റ്, അവർക്ക് എന്നും കുക്ക് ചെയ്യുന്നവർക്ക് അറിയാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒഴിക്കും. കാരണം കുറഞ്ഞു പോയാലും അത് കുഴപ്പമാണ്, കൂടിപ്പോയാലും നമ്മൾ പിന്നെ ആ വെള്ളം കളയേണ്ടി വരും. അപ്പോൾ നമ്മൾ വെൻ വി ത്രോ ഔട്ട് ദ വാട്ടർ, വി വിൽ ലൂസ് ദ വിറ്റമിൻസ് ആൻഡ് പ്രോട്ടീൻസ്. ഓക്കെ, this water contains the vitamins of these foods. And another thing, we have to cook in the vegetables and cereals and all in the clean water. We have to use the clean water for cooking. മനസ്സിലായി? നല്ല ശുദ്ധമായ ജലത്തിൽ വേണം നമ്മൾ, അല്ലാതെ അഴുക്ക് വെള്ളത്തിലൊന്നും നമ്മൾ ഫുഡ് പാകം ചെയ്യാൻ പാടില്ല. കാരണം ആ ഫുഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മുഹമ്മദ് റിഹാൻ എന്തുവാ അവിടെ ചെയ്യുന്നത്? റിഹാനെ, അവിടെ ആരോ ഉള്ളത്? നിനക്ക് സംസാരിക്കാൻ ആരോ ഉള്ളത്? നിന്നോട് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വന്നല്ലോ. ഹു ഇസ് ദാറ്റ് ടു പ്ലേ വിത്ത് യു? ക്ലാസ് ടൈമിൽ ആര് വന്നാലും ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ എന്ത് ചെറിയ കുട്ടികളാണോ? യു ഹാവ് ടു ലിസൺ ദ ക്ലാസ്. അതിനിടയ്ക്കാണ് കളിക്കേണ്ട സമയങ്ങളൊക്കെ. KG പിള്ളേരോട് പറഞ്ഞു കഴിയുമ്പോൾ അവർ അടങ്ങിയിരിക്കും. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണ്, ക്ലാസ് ടൈമിൽ ഡോണ്ട് ഡിസ്റ്റർബ് അതേഴ്സ്. ക്ലാസ്സിന്റെ സമയത്ത് മാത്രമേ കളിക്കാൻ ആളുള്ളൂ. ബി സീരിയസ്. ഫുഡ് ക്യാൻ, ഇനി നമുക്കറിയാം ഫുഡ് വി വിൽ പ്രിസർവ്. നമ്മൾ ഈ ഫുഡ് എന്താ പ്രിസർവേഷൻ ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും അറിയാവോ? വാട്ട് ഈസ് പ്രിസർവേഷൻ ഓഫ് ഫുഡ്? ഫുഡ് പ്രിസർവ് ചെയ്ത് വെക്കുക. എന്താണ് പ്രിസർവ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതല്ല, അതായത് കേട് വരാതെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. നമുക്കറിയാം സം വെജിറ്റബിൾസ്, നമുക്ക് ഇവിടെ കിട്ടുന്ന ഓൾമോസ്റ്റ് ഓൾ വെജിറ്റബിൾസ് ഓർ ഫ്രൂട്ട്സ് ആൻഡ് ഓൾ ഓർ ആർ സീസണബിൾ ഫുഡ്, isn't it? Now we had a mango season, jackfruit season and all, but now do we have a mango fruit? Is it available now, mango? Is it available jackfruit now? No, these are we get in the seasons only. ആ സീസൺ ടൈമിലാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് നിങ്ങൾക്കറിയാം സീസൺ ടൈമിൽ കിട്ടുന്ന ഫുഡ് ആ സീസൺ കഴിഞ്ഞ് കുറേ ഉണ്ടാകും, കുറേ വേസ്റ്റ് ആയി പോകും അല്ലേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോൾ കുറച്ച് നാളും കൂടി ഉപയോഗിക്കാൻ വേണ്ടി വി ക്യാൻ പ്രിസർവ് ഇറ്റ്. ഹൗ വി വിൽ പ്രിസർവ്? എങ്ങനെ നമ്മൾ സൂക്ഷിച്ചു വെക്കും? ഫോർ എക്സാമ്പിൾ മാംഗോ. ജോസി പ്ലീസ് ലിസൺ ഹിയർ. ഹൗ വി വിൽ പ്രിസർവ് മാംഗോ? ഫാസ്റ്റ്ലി റിപ്ലൈ മാ. ഉപ്പിലിട്ട് അല്ലേ? ഓക്കെ, വി വിൽ ആഡ് സോൾട്ട് വിത്ത് ദാറ്റ് ആൻഡ് വി വിൽ പ്രിസർവ്. വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് റിഹാൻ പ്ലീസ്. ഇനി എനി അതർ മെത്തേഡ് ഓഫ് പ്രിസർവിങ് ഫുഡ്? ഇപ്പൊ മാംഗോ നമ്മൾ ഉപ്പിലിട്ട് വെക്കുന്നുണ്ട്, അങ്ങനെ വേറെ ഏതെങ്കിലും ഫുഡ് നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ടോ? ആ സീസൺ കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒന്നും വെക്കാറില്ലേ? റുവൈസ്, ഹൗ വി വിൽ പ്രിസർവ് ഫുഡ്? ഒരെണ്ണം പറഞ്ഞു ഉപ്പിട്ട് വെക്കുന്നു, സോൾട്ടിങ്. പിന്നെ ഫസ്റ്റ് നീ നിന്റെ സൗണ്ട് ശരിയാക്കിക്കേ. നീ ഇതൊരു കളിയാക്കി വെച്ചേക്കാണല്ലോ. എല്ലാ ദിവസവും നിന്നോട് ഇത് പ്രത്യേകം പറയണോ റുവൈസേ? നിന്റെ സൗണ്ട് ശരിയാക്കി അത് കഴിഞ്ഞിട്ട് നീ ക്ലാസ് കയറിയാൽ മതി. ടീച്ചേഴ്സിനെ ഇട്ടോണ്ട് കളിപ്പിക്കുകയാണ് നീ. ഫസ്റ്റ് നീ സൗണ്ട് ശരിയാക്കുക. നിനക്ക് മാത്രമല്ല എല്ലാ ദിവസവും ഈ പരിപാടി. ബാക്കി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് സൗണ്ട് ഉണ്ടല്ലോ. ആദ്യം കമ്പ്യൂട്ടറിന് സൗണ്ട് ശരിയാക്കുക, അത് കഴിഞ്ഞ് ക്ലാസ്സിൽ കയറിയാൽ മതി.
സീരിയസ് ആയിട്ട് പറയുന്നത് സാർ വോയിസിനോട്. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ പറഞ്ഞല്ലോ നീ തന്നെ അത് റെഡ്യൂസ് ചെയ്ത് വെക്കുന്നതെന്ന്. വോളിയം കൂട്ട് എന്നിട്ട് സംസാരിച്ചാൽ മതി. ആദിത്യൻ സുനിൽകുമാർ, ഉപ്പിലിട്ട് വെക്കുന്നല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഫുഡ് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഫ്രിഡ്ജ് കൂളിങ് അല്ലേ, തണുപ്പത്ത് വെച്ച്. നമുക്കറിയാം പാലൊക്കെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഫ്രിഡ്ജിൽ വെക്കാറില്ലേ? വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതിൻ്റെ ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറെ നാളത്തെ സൂക്ഷിച്ചു വെക്കും അല്ലേ? ഓക്കെ, കൂളിങ്. പിന്നെ നെക്സ്റ്റ് അതുൽ കുമാർ, അതുൽ കുമാർ അല്ല, അതുൽ കെ വി. വേറെ ഏതെങ്കിലും രീതി നമ്മൾ ഫുഡ് കേടാക്കാതെ സൂക്ഷിച്ചു വെക്കുന്നുണ്ടോ? വേഗം കണ്ടുപിടിച്ചോ. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാ. തണുപ്പിച്ച് പിന്നെ ഉപ്പിലിട്ട് പിന്നെന്താ മോനെ? നാരങ്ങ എങ്ങനെയാന്ന് പറ. നാരങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞു. വേറെ ഏതെങ്കിലും രീതിയിൽ ഉപ്പിലിടുന്നത് തണുപ്പിക്കുന്നത് കഴിഞ്ഞു. വേറെ ഏതെങ്കിലും? ലക്ഷ്മി പ്രിയ, do you know any other method? ഡ്രൈയിങ്. ഉണക്കി സൂക്ഷിക്കും അല്ലേ? ഫോർ എക്സാമ്പിൾ സീരിയൽസ് ആൻഡ് ഓൾ. പയറൊക്കെ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തിട്ട് നമുക്ക് പച്ചക്ക് നമ്മൾ കറി വെക്കും. പിന്നെ നമുക്കത് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉണക്കി സൂക്ഷിക്കും. എന്തൊക്കെ നമ്മൾ അങ്ങനെ ഉണക്കി സൂക്ഷിക്കുന്ന ഫുഡ് ഉണ്ട്? എഡ്വിനെ, ഉണക്കി സൂക്ഷിക്കുന്ന ഫുഡ് എന്തൊക്കെയാണ്? ജാക്ക് ഫ്രൂട്ട്. Okay, jackfruit will dry and keep. Jackfruit will dry and keep. Then tapioca. Okay. No, I didn't understand what you said. Mango will dry and keep. Very good. Next, anything else you know? Cereals. Almost all cereals. എല്ലാത്തരം ധാന്യങ്ങളും നമ്മൾ ഉണക്കി സൂക്ഷിക്കാറുണ്ട് അല്ലേ? ഓക്കെ, ഗോതമ്പ്, പിന്നെന്താ നെല്ല്, ദെൻ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ എല്ലാം നമ്മൾ അങ്ങനെ, കടല, പയർ, ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ നമ്മൾ വാങ്ങുമ്പോൾ ഡ്രൈ വൺസ് ആണ് വാങ്ങുന്നത് അല്ലേ? വിൽ ഡ്രൈ ആൻഡ് കീപ്പ്. ഓക്കെ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ കോവയ്ക്ക ഉണ്ടോ? കോവയ്ക്ക ഉണക്കി സൂക്ഷിക്കാറുണ്ടോ? ഇഫ് യു ഹാവ് കൾട്ടിവേഷൻ ഓഫ് റിഡ്ജ് ഗാർഡ്. കോവയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നത് റിഡ്ജ് ഗാർഡ്. റിഡ്ജ് ഗാർഡ് നമുക്ക് വീട്ടിലൊക്കെ കൃഷി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറെ നമ്മൾ കറി വെക്കും. ബാക്കിയുള്ളത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിക്കും. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ ഒന്ന് ചൂടാക്കിയിട്ട് നിങ്ങളുടെ അമ്മമാർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും അല്ലെ? അത് ഉണക്കി സൂക്ഷിക്കും. ദെൻ ആഫ്റ്റർവേഴ്സ് പിന്നെ നമ്മളത് കറിക്കൊക്കെ ഉപയോഗിക്കാം, വറുത്തൊക്കെ കൂട്ടും അല്ലെ? ലൈക്ക് ദാറ്റ് ബിറ്റർ ഗാർഡ്. പാവയ്ക്കൊക്കെ വറുത്ത് സൂക്ഷിക്കും അല്ലേ? ഓക്കെ. സോ ഡ്രൈ ആൻഡ് കീപ്പ്. എനി അതർ മെത്തേഡ് വേറെ ഏതെങ്കിലും അറിയാമോ? ഇപ്പം ഉണക്കി സൂക്ഷിക്കുന്ന പറഞ്ഞു, ഡ്രൈ മെത്തേഡ്, ദെൻ കൂളിംഗ്, ദെൻ സോൾട്ടിങ്, ദെൻ സ്വീറ്റനിങ്. സ്വീറ്റനിങ് എന്ന് വെച്ചാൽ മധുരം ഇട്ടിട്ട് വെക്കുന്നതുണ്ട്. ഈ പിന്നെ എന്താ പറയേണ്ടത്, നമ്മള് സ്ക്വാഷ് ഒക്കെ ആക്കാറില്ലേ? പൈനാപ്പിളിന്റെ ഒക്കെ സ്ക്വാഷ്, ഹൽവ പോലെയൊക്കെ ആയിട്ട്. ചക്ക, അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ? ചക്ക സീസണിന് വേറെന്തോ ഒരു പേരൂടെ പറയായിരുന്നു. ചക്ക ഹൽവ പോലെ ആക്കി കുറെ ദിവസം സൂക്ഷിച്ചു വെക്കും. അതുപോലെ പൈനാപ്പിൾ, ഇഫ് യു ഹാവ് പൈനാപ്പിൾ ജാമൊക്കെ ഉണ്ടാക്കും അല്ലേ? അത് പൈനാപ്പിൾ 2-3 ദിവസം കഴിഞ്ഞ് പഴുത്ത ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ അത് കേടായി പോകും. പക്ഷെ ഇങ്ങനെ ജാമാക്കി മധുരമൊക്കെ ഇട്ടിട്ട് അത് ചൂടാക്കി നന്നായിട്ട് അത് ഇതാക്കി അതിന്റെ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറെ ദിവസത്തേന് ഇരിക്കും. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ഓഫ് യുവർ ഹാവ് സച്ച് ടൈപ്പ് ഓഫ് ഫുഡ്. യു മൈറ്റ് ഹാവ് ഈറ്റൺ. നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ വേറെ വീട്ടിൽ നിന്നൊക്കെ എല്ലാം കഴിച്ചിട്ടുണ്ടാകും അല്ലേ? ഓക്കെ. So food can be preserved and stored by canning, freezing, salting, dehydration and sweetening. Okay, Grace, please read. How can you preserve food? What are the methods of preserving food? Page 183. Please unmute. Before regular exercise. Regular exercise എന്നുള്ളതിന്റെ മുകളിലത്തെ പാരഗ്രാഫിലുള്ളത്. Food can be preserved and stored by. Food can be preserved and stored by canning, freezing, salting, dehydration and sweetening. ഈ canning എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെക്കുകയല്ലേ?
അത് നമുക്കറിയാം. മാംഗോ നമ്മൾ കുറേ നാളത്തേന് ഉപ്പിട്ട് വെക്കും. മാംഗോ, ലെമൺ, ഗൂസ്ബെറി, അതൊക്കെ നമ്മൾ കുറേ നാളത്തേന്. പിന്നെന്താ നിങ്ങളുടെ വീട്ടിൽ ചിലിമ്പിക്ക, നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയില്ല. ചിലിമ്പിക്ക എന്ന് പറയുന്ന സാധനം ചിലർ എലിമ്പിക്കാന്നോ പുളി എന്താണ്ട് പുളിന്നോ എന്താണ്ടൊക്കെ പറയും, എനിക്കറിയില്ല. ഒരു ഗ്രീൻ കളറിലുള്ള സാധനം അറിയാവോ? അല്ലെങ്കിൽ അച്ചാറിടും. ആ, അതിനെന്താ പറയുന്നേ? ഇഞ്ചി അച്ചാറിടും. അതല്ല ഈ ചിലിമ്പിക്ക എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾ എന്താ പറയുന്നേ? ആ, എലിമ്പിങ്ങ, ചിലിമ്പിങ്ങ, എന്തായാലും മനസ്സിലായല്ലോ സാധനം. ഓക്കെ, അപ്പൊ അതൊക്കെ അച്ചാറിടും. പിന്നെ ചിലർ പാവയ്ക്ക അച്ചാറിടും. ഈവൻ ഫിഷ് മീറ്റ് ആൻഡ് ഓൾ ദേ വിൽ മേക്ക് പിക്കിൾ അല്ലേ? പിന്നെ ഉണക്കി സൂക്ഷിക്കാറുണ്ട്. ഇതൊക്കെ മീനൊക്കെ ഉണക്കി സൂക്ഷിക്കാറില്ല? ഉണക്കമീൻ വാങ്ങാറുണ്ടോ നിങ്ങളുടെ വീട്ടില്? ഓക്കെ, അതാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഉണക്കി സൂക്ഷിക്കുന്നത്. ഡീഹൈഡ്രേഷൻ അതായത് വെള്ളമില്ലാതെ ഉണക്കുന്നത്. പിന്നെ ഫ്രീസിങ്, ഈ പറഞ്ഞ പോലെ ഫ്രിഡ്ജില് ഫ്രീസറിനകത്തൊക്കെ വെച്ച് സൂക്ഷിക്കുന്നത്. ചില ആൾക്കാരൊക്കെ പിന്നെ ചില സാധനങ്ങൾ ഫ്രീസറിനകത്ത് കുറേ ദിവസത്തേന് വെക്കും, നല്ല ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ. ഓക്കെ, സോൾട്ടിങ്, ഉപ്പിലിട്ട് വെക്കുന്നത്. വാട്ട് ഓൾ തിങ്സ് യു കീപ് ഇൻ ദ സോൾട്ടിങ്? സായി കൃഷ്ണ. ആ, നെല്ലിക്ക. നെല്ലിക്കായ്ക്ക് എന്താ ഇംഗ്ലീഷ് പറയുന്നത്? വാട്ട് വി സേ ഇൻ ഇംഗ്ലീഷ്? ഗൂസ്ബെറി. ഗൂസ്ബെറി, വെരി ഗുഡ്. പിന്നെന്താ ഉപ്പിലിട്ട് വെക്കുന്നേ? മാംഗോ. ഓക്കെ, മാംഗോ. നെക്സ്റ്റ് പിന്നെ ലെമൺ നമ്മള് ഇട്ട് വെക്കാറുണ്ട്. അതിനകത്ത് എന്താ മുളക് പൊടി ഒന്നും ചേർക്കാതെ പച്ചമുളക് മാത്രം, കാന്താരിക്ക് ഇട്ടിട്ട്. ഓക്കെ, ഡു യു ലൈക്ക് ടു ഈറ്റ് സച്ച് തിങ്സ്? ഓക്കെ, ബീട്രൂട്ട് ഒക്കെ അച്ചാറല്ലേ ഇടുന്നത്, അല്ലാതെ ഉപ്പിലിട്ട് വെക്കുവോ? പൈനാപ്പിൾ അച്ചാറായിട്ടല്ലേ ഇടുന്നത്? ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടോ? ഞാൻ തിന്നിട്ടില്ല, അതുകൊണ്ട് അറിയത്തില്ല. ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അമ്പഴങ്ങ. ഓക്കെ, എനിവേ ഈ നെല്ലിക്ക, മാംഗോ ഒക്കെ ഇതിനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോ തന്നെ നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ച പോലെ വൈ ഡു യുവർ വാട്ടർ മൗത്ത്? നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ച് ഓർക്കുന്നുണ്ടോ? വൈ ഡു യുവർ മൗത്ത് വാട്ടേഴ്സ്? വരുന്നില്ലേ ഇപ്പൊ? വെള്ളം വരുന്നില്ലേ? ഉപ്പിലിട്ട മാങ്ങായും നെല്ലിക്കായും പിന്നെന്താ അമ്പഴങ്ങായും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ തന്നെ. ഓക്കെ ഓക്കെ. സോ അതൊരു എന്താന്ന് പറഞ്ഞാൽ റിഫ്ലക്സ് ആക്ഷൻ ആണ് അല്ലേ? ഇന്നലെ നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, റിഫ്ലക്സ് ആക്ഷൻ. നമ്മൾ ബോഡി അറിയാതെ തന്നെ സംഭവിക്കുന്ന ചില കാര്യങ്ങള്, ആക്ഷൻസ്. അപ്പം ഈ വെള്ളം വരുന്നത് ഒരു റിഫ്ലക്സ് ആക്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് റെഗുലർ എക്സസൈസ്. വി നീഡ് റെഗുലർ എക്സസൈസ്. ഡെയിലി എല്ലാ ദിവസവും നമുക്ക് എക്സസൈസ് ആവശ്യമാണ്. എന്തിന്? ടു കീപ് അവർ ബോഡി ടു ബി ഹെൽത്തി. റെഗുലർ എക്സസൈസ് ഹെൽപ്പ് us to develop and tone up muscles. Oh, how many of you have a six pack here? Let me see your muscles and all. Show me. Abel, show me your muscles. Others, Edwin is showing. Adul, others are not having. Oh, Shakabas and all is not having muscles and all. Edwinoട് കാണിക്കാൻ പറ്റുമ്പോൾ എഡ്വിൻ പുസ്തകം വെച്ച് മറച്ചു ക്യാമറ. ഇത് ഗേൾസിനൊന്നും ഇല്ലേ മസിൽസ്? At home when you quarrel with your brothers or sister, you will show your muscles like this way, no? ഒറ്റ ഗേൾസിനും ഇല്ല മസിൽസ്. Too bad. For 5th standard girls are. Okay. So exercise keep our body and muscles to be fit. നല്ല രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആക്ടേഴ്സിന്റെ ഒക്കെ മസിൽസ് കണ്ടിട്ടുണ്ടോ? 6 pack നിങ്ങൾ പറയല്ലേ? നോട്ട് ഓൺലി സിനിമ ആക്ടേഴ്സ്, സം അതർ പീപ്പിൾ ആർ ഹാവിങ്. ഈ ഗുസ്തിക്കാരുടെ ഒക്കെ മസിൽ കണ്ടിട്ടുണ്ടോ? ഇന്നൊരു ഗുസ്തി ചാനൽ കാണാ, ഏതോ അത് എന്തിന്റെ പേര് എനിക്കറിയത്തില്ല, ഏതൊക്കെ ചാനൽ ഇങ്ങനെ കാണാം, ചില ഇംഗ്ലീഷ് ചാനലൊക്കെ. ഏതിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചാനൽ മാറ്റിയപ്പം കണ്ടിട്ടുണ്ട്. ഭയങ്കര ബോഡിയൊക്കെ ചേട്ടന്മാരുടെ മസിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ബോധം കിട്ടു പോകും അല്ലേ? അപ്പൊ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര അടി കൊടുത്താലും അവർക്ക് വിഷയമല്ല. കാരണം എന്താണ്? മറ്റേ ഓപ്പണന്റ് ആയിട്ടുള്ള ആളോ അതൊരു എതിർഭാഗത്തുള്ള ആളോ അതുപോലെ പ്രാക്ടീസ് ചെയ്ത ആളാണ്. പക്ഷെ നമുക്കെങ്ങനെ അതുപോലത്തെ ഒരു അടി കിട്ടിയാലോ
പിന്നെ ജീവിതത്തിൽ നമ്മൾ കണ്ണു തുറക്കൂല അല്ലേ? ഓക്കെ. ഇഫ് യു വാണ്ട് ടു ബിക്കം ലൈക്ക് ദാറ്റ് വേ യു ഹാവ് ടു ഡു ഡെയിലി എക്സസൈസ്. അണ്ടർസ്റ്റാൻഡ്? You have to do daily exercise. So regular exercise help to develop and tone up muscles. The muscles tend to become weak and flabby if they are not used for a long time. Ketta? If our muscles are not used for a long time, it will become weak. നമ്മുടെ മസിൽസ് വീക്ക് ആയി പോകുന്നത്. സോ നിങ്ങൾ അങ്ങനെയൊന്നുമല്ല. എനിക്കറിയാം ട്രൂ ലൈറ്റിലെ പിള്ളേർ ഐ ഷൂട്ട് എ കോക്കനട്ട്. ഹൂ ഇസ് ദാറ്റ്? ആദിത്യ സുനിൽകുമാർ. എന്തിയേ ആദിത്യ സുനിൽകുമാർ? ഞാൻ കാണട്ടെ ഇതിനകത്ത് എവിടെയുണ്ട്. എവിടെ കാണുന്നില്ലല്ലോ. പോയ ഗ്രൂപ്പിൽ. ഓക്കെ ഓക്കെ. നീ കോക്കനട്ട് ഷൂട്ട് ചെയ്തിട്ടോ? അൺമ്യൂട്ട് ആൻഡ് സേ. അൺമ്യൂട്ട്. തേങ്ങ പൊട്ടിച്ചതാണ്. തേങ്ങ പിടിച്ച ഒരു മിനിറ്റ്. ഓക്കെ. നീ തന്നെ ചെയ്തോ? ഓക്കെ, ഗുഡ് ബോയ്. Okay, so if you don't do exercise, what will happen? Our body, our muscles will become weak. That means daily we have to do exercise. അതുകൊണ്ടാണ് ഈ നിങ്ങളുടെ പ്രായത്തിലുള്ളവർക്ക് ഓടാനും ചാടാനും കളിക്കാനും ഒക്കെയുള്ള ടെൻഡൻസി കൂടുതൽ. കാരണം നമ്മുടെ ബോഡി മസിൽസ് ശരിക്കും ഡെവലപ്പ് ആയി. എപ്പോഴും ഈ ഫോണും കൊണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അല്ലെ ടി വിയിൽ ഗെയിമും കളിച്ച് സിനിമയും കണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കുട്ടികളുടെ ബോഡി എങ്ങനെയായിരിക്കും? ഇറ്റ് വോണ്ട് ബി ഫിറ്റ് ആയിരിക്കില്ല. അവർക്കിട്ട് ചുമ്മാ ഒരു തള്ളു കൊടുത്ത ഇട്ടപ്പോത്തോ താഴെ വീഴുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരാളോ, ഈവൻ ഇഫ് ഹി ഈസ് നോട്ട് സോ ഫാറ്റ്, ഹി വിൽ ബി സ്ട്രോങ്. മനസ്സിലായോ? അവര് ഫാറ്റ്. എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ദേ വർ ലിവിങ് ഇൻ ടു ഡൽഹി ആൻഡ് ദേ ഹാഡ് two children, both are boys. So elder one, what he used to do is he always used to sit in front of the TV and he used to watch the TV, or he used computer. He had computer. He won't do any work. Means he won't work properly. He won't run and all. He didn't like to go outside to play and all. But he became very fatty afterwards. He was not so well. So he was taking some medicines. Plus, always he used to sit at home only. He won't go outside for play and all with his friends. And so automatically he became so fatty boy. But the younger one, second one, what he does is he won't eat more food, but he used to go outside with his friends and he used to play in the park and all. And when he comes to Kerala for vacation and all, I saw that he used to go always around behind of dogs, cats, even hen and all to catch them. He used to run. And he was not so fat boy. He was lean, but he was very strong boy. See the difference between those two? Elder one, he is very fatty, but if he just push, he will fall down. Because he doesn't have proper strong muscles and all. Always he will sit and eat. He will sit in front of TV and he will watch movies and all. That's all. But the younger one അങ്ങനല്ല. അവൻ എന്ത് ചെയ്ത് ഇവിടെ വരുമ്പോഴാണെങ്കിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് കോഴിയുടെയും പട്ടിയുടെയും ഒക്കെ പുറകെ ഇങ്ങനെ ഓടും. അതിനെ ഓടിച്ചോണ്ടൊക്കെ ഇങ്ങനെ പെരയുടെ ചുറ്റും പറമ്പിലൂടെ ഒക്കെ ഓടുമായിരുന്നു. അപ്പൊ അവന്റെ ബോഡി ഓട്ടോമാറ്റിക്കലി സ്ട്രോങ് ആണ്. അവൻ ഒരുപാട് ഫാറ്റി ഒന്നുമല്ല. അതാ ഡിഫറൻസ്. സോ റെഗുലർ എക്സസൈസ് കീപ്പ് അവർ ബോഡി ഫിറ്റ്. Exercise like running, cycling and yoga are good for us. See, exercise like running, walking for some time, cycling is best. Cycling is ഏറ്റവും ബെസ്റ്റ് ആണ്. നമുക്ക് ടയർഡ്നെസ് ഉണ്ടാകിയല്ല. നമ്മുടെ both legs will and body other parts all will get. Do you have cycles? No. Those who have cycles make use of it. സൈക്കിൾ ഉള്ളവരൊക്കെ അത് പരമാവധി യൂസ് ചെയ്യും. കാരണം ഏറ്റവും നഷ്ടം. നിങ്ങൾക്ക് ജാപ്പാനീസിന്റെ കഥ അറിയോ? ജാപ്പാനീസ് പീപ്പിൾ അവിടെ ഇങ്ങനെ എല്ലാവരും ബൈക്കിലും കാറിലും ലോറിയിലും ഒന്നും അല്ല നടക്കുന്നത്. അവിടെ ഓൾഡ് പീപ്പിൾ മുതൽ യങ് വൺസ് വരെ ജാപ്പാനീസ് യൂസ് സൈക്കിൾസ്. അവർ സൈക്കിൾസ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം ഫസ്റ്റ് വൺ ഈസ് സൈക്ലിംഗ് കീപ്പ് അവർ ബോഡി
fit. It gives correct exercise for us. So അവരുടെ ഒന്നാമത്തെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഓക്കെ ഹൂ ഇസ് ദാറ്റ് ഐ ഹാവ് സൈക്കിള് വിട്ട ആരായിരുന്നു ഹന്നയോ ആരായിരുന്നിട്ട് ഓക്കെ മിസ് ഇവിടെ കുറെ പിള്ളേരുണ്ട് മൊത്തത്തിൽ സൈക്കിളാ മൊത്തം. ഓക്കെ ഓക്കെ സൈക്ലിംഗ് ഏറ്റവും നല്ലതാണ്. പക്ഷെ എന്താ വെച്ചാൽ വില്ലും ബ്രേക്കും ഒക്കെ ഉള്ള സൈക്കിൾ ആയിരിക്കണം. പപ്പായുടെ കാലത്ത് മേടിച്ച സൈക്കിളൊന്നും ആകരുത്. അതിന് ഡാമേജുകളൊക്കെ പരിഹരിച്ച് വേണം നിങ്ങൾ ഓടിക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റും, ചിലപ്പം കുന്നേല ഇറക്കത്തിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വീഴാനൊക്കെ സാധ്യതയുണ്ട്. ബ്രേക്ക് ഒന്നും ഇല്ലെന്നൊരിയില്. ഓക്കെ, സോ അതിന് കേടുപാടുകളൊക്കെ തീർത്തിട്ട് ഉപയോഗിക്കണം. ഓക്കെ, ഇനി ഈ ജാപ്പാനീസ് ഉപയോഗിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം അവരുടെ ബോഡി ഫിറ്റ് ആകാൻ വേണ്ടിയിട്ട്, മീൻസ് മസിൽസ് ഒക്കെ കണ്ടിട്ട്. പിന്നെ ഒന്ന് പൊല്യൂഷന്റെ കാര്യം. അതായത് നമുക്കറിയാം റോഡിലോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ മറ്റു വണ്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേനും പെട്രോൾ ഡീസൽ അങ്ങനെയൊക്കെ, പിന്നെ സൗണ്ട് പൊല്യൂഷൻ അങ്ങനെയൊക്കെ ഉള്ളതാണ്. പൊല്യൂഷൻ മീൻസ് മലിനീകരണം. അതും ഓക്കെ, ഗ്രേസ് ഓൾസോ ഈസ് ഹാവിങ് ബൈസിക്കിൾ. അപ്പം അത് നെക്സ്റ്റ് വണ്ണ്, പിന്നെ പെട്രോൾ ഡീസലൊന്നും ആവശ്യമില്ല അല്ലേ, സൈക്കിളിന് അതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ചെറുപ്പത്തിൽ സൈക്കിൾ മേടിച്ചു തരുന്നത്. കാരണം അല്ലെങ്കിൽ ആഴ്ചയിൽ ഇപ്പം ബൈക്ക് മേടിച്ചു തരുവാണെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ പപ്പ പെട്രോൾ അടിച്ചു തരേണ്ട വണ്ടിക്ക്. സൈക്കിളാണ് പിന്നെ അങ്ങനെയൊന്നുമില്ല. വല്ലപ്പോഴും കാറ്റ് തീർന്നു കഴിയുമ്പോൾ 10-20 രൂപ കൊടുത്ത് കാറ്റടിക്കാം. ഇനി ഒരു പിന്നെ കാറ്റടിക്കാനുള്ള സംവിധാനം വീട്ടിലുണ്ടെന്നൊരിക്കലും ചേട്ടനും ചേച്ചിക്കും അനിയനും അനിയത്തിക്കും ഒക്കെ ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം അല്ലേ. സോ അത്ര വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, ചീപ്പാണ്. സോ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. സോ നമുക്കും ഈ പറഞ്ഞതുപോലെ എക്സസൈസ് ലൈക്ക് റണ്ണിങ്, സൈക്ലിംഗ് ആൻഡ് യോഗ ആർ ഗുഡ് ഫോർ us. And how many of you, Shisa also is having bicycle. Okay, how many of you do yoga, sir? Yoga ചെയ്യുന്ന ആരൊക്കെയുണ്ട് ഇവിടെ? ആരുമില്ല. Okay. During exercise, more blood is carried to the heart and breathing becomes deeper. So when we do the exercise, more blood will come to our heart and it will help our breathing easily. Heart and breathing becomes deeper. Air is pumped in and out of the lungs more often. Thus, more oxygen is taken in and more carbon dioxide and water vapor are given out. Sweat glands in the skin become more active. സോ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഓടുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ സ്വെറ്റ് വരാറുണ്ട്, വേർക്കാറുണ്ട് അല്ലേ. സൈക്ലിംഗ് ഒക്കെ നടത്തിയാൽ, സ്പീഡിലൊക്കെ സൈക്ലിംഗ് നടത്തിയാൽ നിങ്ങൾ ഓടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വേർക്കാറുണ്ട്. ഹൗ ഇറ്റ് ഹാപ്പൻസ് യു നോ? എങ്ങനെയാ സംഭവിക്കുന്നത്? കൂടുതൽ വേർക്കുന്നത് നമ്മൾ വെറുതെ എടുത്ത് അങ്ങനെ വേർക്കുന്നില്ല. ഓടുകയും ചാടുകയൊക്കെ ചെയ്ത് ഒരു കളിയൊക്കെ കഴിഞ്ഞ്, ഇവിടെയൊക്കെ ഫുട്ബോൾ കളിക്കുന്ന സമയത്തൊക്കെ ഇന്റർവെൽ കഴിഞ്ഞ് നിങ്ങൾ ക്ലാസ്സിലോട്ട് കയറി വരുമ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥയൊക്കെ? ഹൗ ഇറ്റ് ഹാപ്പൻസ് മീൻസ് ആഫ്റ്റർ ഇന്റർവെൽ എന്താ ഗ്രേസ് ഒന്നും കളിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ. ഇന്റർവെല്ലൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ക്ലാസ്സിലോട്ട് കയറി വരുമ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ബോഡി? ചിലപ്പോൾ നിങ്ങളുടെ ഷർട്ടൊക്കെ വെള്ളത്തിൽ മുക്കിയിട്ട് പൊക്കിയത് പോലെ ഉണ്ടായിരുന്നു അല്ലേ. How it is because you are having more sweat, isn't it? അത് ആരുടെയാ? എല്ലാം അൺമ്യൂട്ട് ചെയ്ത് നോക്ക്, സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടത്? ബിക്കോസ് വെൻ വി ഡു എക്സസൈസ് ഓർ റണ്ണിങ് ലൈക്ക് ദാറ്റ് വേ, എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഫാസ്റ്റ് ആകും, ഹാർട്ടിലേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ വരും. അപ്പം ബ്രീത്തിങ് ഡീപ്പർ ആകും. ആ സമയത്ത് കൂടുതൽ വി വിൽ ടേക്ക് മോർ ഓക്സിജൻ ഇൻ ആൻഡ് വി വിൽ ബ്രീത്ത് ഔട്ട് മോർ കാർബൺ ഡൈ ഓക്സൈഡ്. സോ സ്വെറ്റിങ്സ് വിൽ കം. Okay, more oxygen is taken in and more carbon dioxide and water vapor are given out. Sweat glands in the skin becomes more active. Exercise also supply extra blood to the brain. Outdoor games are good for both body and mind. And see, when we do the exercise, it will give the extra blood to the brain also. ബ്രെയിനിലേക്കും കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. ഓക്കെ, പിന്നെ നമുക്ക് ഔട്ട്ഡോർ ഗെയിംസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഔട്ട്ഡോർ ഗെയിംസ്? 2 types of games are there, indoor games and outdoor games. പുറത്ത് കളിക്കുന്നു, അകത്ത് കളിക്കുന്നു. Okay, the games that we പുറത്തും play, അകത്തും. okay, the games that we play inside is called indoor games, and when we play the games that we play outside the house is known as outdoor games. Indoor games എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സാമ്പിൾ പറഞ്ഞേ Hanna, please give me some example for indoor games. Please unmute and say. Caroms, chess and all. Isn't it? നമ്മൾ വീട്ടിൽ ഇരുന്ന് കള്ളനും പോലീസും അങ്ങനെയുള്ളതൊക്കെ കളിക്കാറില്ലേ? ഓക്കെ, അതെല്ലാം നമ്മൾ വീടിന്റെ ഉള്ളിൽ ഇരുന്ന് കളിക്കുന്ന ചെസ്, ക്യാരംസ് ആൻഡ് ഓൾ. സോ ദീസ് ആർ ഇൻഡോർ ഗെയിംസ്. ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ്, Hanna, please, outdoor games.
സാറ്റ് കളി, ഹൈഡ് ആൻഡ് സീക്ക്, ബോർഡ് കളി, ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ്, ദീസ് ആർ ഓൾ പ്ലേഡ് ഔട്ട് സൈഡ് അല്ലേ. അത് നമുക്ക് ഓടാനൊക്കെ സൗകര്യം വേണം. ഇപ്പൊ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ വീടിന്റെ ഉള്ളിൽ ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞാലോ പിന്നെ വീടൊന്നും ഉണ്ടാവില്ല അല്ലേ. ഓക്കെ, വീടുണ്ടാവില്ലെന്നല്ല, ആദ്യത്തെ കളിക്ക് തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല ചുട്ടിയടി കിട്ടുന്നു. കാരണം മോളെ എല്ലാം നശിപ്പിച്ചു വെക്കും അത് കണ്ട് അല്ലേ. ഓക്കെ, സോ ഔട്ട്ഡോർ ഗെയിംസ് ആർ ഗുഡ് ഫോർ ബോത്ത് ബോഡി ആൻഡ് മൈൻഡ്. ബോഡിക്കും നല്ലതാണ് മൈൻഡിനും നല്ലതാന്ന് പറഞ്ഞു. എന്നിങ്ങനെ ഈ മൈൻഡിനൊക്കെ നല്ലതാവുന്നത്? ബോഡിക്കോ ഒക്കെ എക്സസൈസ് ചെയ്തിട്ട് മൈൻഡിനോ എങ്ങനെ? മൈൻഡ് വിൽ ബി മൈൻഡിനും ഗുഡ് ഹെൽത്ത് ആയിരിക്കുന്നു. മനസ്സിന് എങ്ങനെയാ കിട്ടുന്നേ? വിൽ ബി ഹാപ്പി, isn't it? Okay, morning you asked, today afternoon there is my friends are playing cricket there, shall I go mummy? We asked. Mummy told no need to go to, now it's corona season, so sit at home. We said, mummy said, okay, how is your mind then will be? Like Josie is sitting now, see, like that. Okay, you will be unhappy, isn't it? If you can't go outside to play with your friends and if your mummy has not given the permission, you will be unhappy. So your mind will not be clear then, isn't it? So ഇവിടെ നമുക്ക് കളിക്കാൻ പോകുമ്പോൾ നമ്മുടെ മൈൻഡ് ഹാപ്പി ആയിരിക്കും. ഇഷ്ടമല്ലേ നിങ്ങൾക്ക് കളിക്കാൻ പോകാന്? ഓക്കെ, കളി ബെല്ലടിക്കുമ്പോഴത്തേനും ഇവിടെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ബ്രേക്കില് ഇവിടെ കളി കഴിഞ്ഞിട്ട് ബെല്ലടിക്കുന്നത്, ഓ ബെൽ റാങ്, വാട്ട് വി ഹാവ് ടു ഡു, ലൈക്ക് ദാറ്റ് ഇറ്റ് വിൽ ബി, isn't it? ബട്ട് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പിന്നെ ക്ലാസ്സിലേക്ക് കയറി വരുന്നതായിരിക്കും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഇനഫ് റെസ്റ്റ്. Proper rest and regular hours of sleep increases our efficiency. When we rest, our muscles relax and our breathing and heartbeat slow down. A good sleep gives our body much needed rest. We feel fresh and are ready to work again. Sleep also gives our body time for growth and repairing its cells. Okay, so not only exercise, we need rest also. Rest means we know that why we sleep at night, why do we not play at night and all? രാത്രി എന്താ നിങ്ങൾ കളിക്കാനൊന്നും പോകാത്ത ഉറങ്ങുന്നത്? ബിക്കോസ് വി നീഡ് റെസ്റ്റ്. ക്ലാസ് കഴിഞ്ഞ ശേഷം നമ്മുടെ ടൈം തീർന്നു. ഇവിടെ ബൈ മിസ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് അത് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. ടൈം തീർന്നു. ഓക്കെ, ബൈ ബൈ ദെൻ. ഇടും, ഞാനിപ്പോ നോട്ട് ഇന്നലെ തന്നല്ലേ ഉള്ളൂ. അതിനുശേഷം ഞാൻ അറിയിക്കാം കേട്ടോ. ഞാൻ പോയി കേക്ക് മുറിക്കും. ഞങ്ങളെ വിളിക്കണേ. ഓക്കെ.